നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപുലരി എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി ഡോക്ടർ ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി എഴുത്തുകാരിയാണ്, അതിലുപരി സാമൂഹിക പ്രവർത്തക കൂടിയാണ്, ഇൻഫ്ലുവൻസറാണ്. മാം നമസ്കാരം. നമസ്കാരം. മാം ശരിക്കും കണ്ണൂരിലാണ് അല്ലേ? എവിടെയാണ് മാമിൻ്റെ വിദ്യാഭ്യാസമൊക്കെ നടന്നത്? ഞാൻ കണ്ണൂർ സെൻറ്റ് ട്രീസസിലാണ് സ്കൂൾ പഠനം ചെയ്തത്. പിന്നെ ആദ്യമായിട്ട് +2 കണ്ണൂരിലെ ആദ്യത്തെ ബാച്ച് ഞാനായിരുന്നു. ഏഴ്സ്ലൈൻ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിൽ BDS കഴിഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട്? അതെ, ഒരു 10 വർഷം തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ സ്ത്രീകളാണല്ലോ മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെയാണ്, അതുകൊണ്ട് ദുബൈക്ക് വന്നു. അങ്ങനെയാണ് പ്രവാസത്തിന്റെ ഒരു തുടക്കം. തീർച്ചയായിട്ടും. പിന്നെ ഈ പ്രവാസത്തിൽ വന്നതിന് ശേഷമാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് കൈവക്കുന്നത് അല്ലേ? അല്ല, ഞാൻ നാട്ടിലുള്ളപ്പോഴും എഴുതുമായിരുന്നു. കാരണം എനിക്ക് അത്യാവശ്യം ബ്ലോഗിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുത്ത് ഭയങ്കര, കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരെയും നാട്ടിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഇവരെഴുതുന്ന ചില കാര്യങ്ങൾക്ക് കീഴെ ഞാൻ ചില കമന്റുകൾ എഴുതും. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടുപിടിച്ചത് എനിക്കും എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് പുള്ളിക്കാരി എനിക്കൊരു ബ്ലോഗ് ഗിഫ്റ്റായിട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ എഴുതി തുടങ്ങുമെന്ന്. അതിലെഴുതി തുടങ്ങിയപ്പം കേരളത്തിലെ ആദ്യത്തെ ബ്ലോഗ് അവാർഡ് കണിക്കൊന്ന.com എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലോഗിങ് സൈറ്റ്, അവരെനിക്ക് ആദ്യത്തെ അവാർഡ് തന്നു. ശ്രീ സേതു സാറിൻ്റെ അടുക്കുന്നാണ് ആ അവാർഡ് വാങ്ങിയത്. അപ്പം അവർ തന്നെ എൻ്റെ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തു. ശ്രീപാർവതി ഇന്ന് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അപ്പം ശ്രീപാർവതിയിലൂടെയാണ് ഞാനും അറിയപ്പെടുന്ന ഒരു എഴുത്തിലേക്ക് എത്തുന്നത്. ആദ്യത്തത് കവിതകളാണ്, കണിക്കൊന്ന എന്ന് പറഞ്ഞിട്ട് ആദ്യത്തത്. കനകമുന്തിരികൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മലയാളം തന്നെ എഴുതി. ശരി. അത് ഈ എഴുത്തുകളൊക്കെ സംഭവിക്കുന്നത് ഈ ശരിക്കും പുസ്തകമാകുന്നത് അത് പ്രവാസം ആയതിനു ശേഷമാണല്ലോ? അല്ല, അതിനു മുമ്പുള്ള തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ 2 അല്ലാതെ നോവലുകൾ കൂടി 2 നോവലുകൾ ഷാർജ ബുക്ക് ഫെയറിൽ. ഓക്കെ. റസിയ പറയാൻ ബാക്കി വെച്ചത് കഴിഞ്ഞ മുന്നിലത്തെ വർഷം. അത് കഴിഞ്ഞിട്ട് ഇനി അപൂർവ ഉറങ്ങട്ടെ എന്ന 2 നോവലുകളാണ്. ഈ എഴുത്ത് നമ്മുടെ പ്രൊഫഷനും ആസ് എ ഡോക്ടർ എന്ന് പറയുമ്പം അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്നുള്ള സമയം കണ്ടെത്തുന്നത്? ഈ സമയം ഇല്ല എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ക്യൂസാണ്, തോന്നിയിട്ടില്ലേ? കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യും. ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്യാതെ പുറത്ത് പോവില്ല, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ നമ്മൾ ഒരിക്കലും കാണാതിരിക്കില്ല, ഇല്ലേ? നമുക്കിപ്പോൾ ഒരാൾക്ക് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റെങ്കിലും കണ്ടുവയ്ക്കും. അതേസമയം എനിക്ക് നിങ്ങളൊരു പ്രയോറിറ്റി അല്ല എന്ന് തോന്നുമ്പം എനിക്ക് സമയമില്ല, തിരക്കാണെന്ന് പറയും. അപ്പൊ എനിക്ക് പൊതുവേ തോന്നുന്നത് സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശരി. ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. ഇപ്പം മാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ്. ചില ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇച്ചിരി ബിസിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടെത്താം, വേണമെങ്കിൽ കണ്ടെത്താം. പക്ഷെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു എളുപ്പമുള്ള ഒരു മാർഗമാണ് അത്. നമ്മുടെ പ്രയോറിറ്റി പോലെ ഇരിക്കും. ഇപ്പം എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാനൊരു സമയം കണ്ടെത്തും. അതേസമയം നിങ്ങൾ എൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. പിന്നെ അവസാനം ഒരു കവിയുടെ ഭാഷയെ പറഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരും, ഞാൻ ഇന്നലെ കാണാൻ പോകണം എന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും കാണാൻ പോകണം അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ നമ്മളിപ്പം ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇല്ല, ചാർജ് ഹൈ ആണ്, അത് കഴിഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞാലോ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ഇവിടുന്ന് പോവും മരിച്ച ആളിനെ കാണാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യമില്ല. എന്താണ്, സൗഹൃദത്തിൽ പോലും നമുക്ക് കൃത്യമായി അത് ഷെയർ ചെയ്യാൻ പറ്റണം. നമുക്ക് ഉള്ളിലുള്ളത് തുറന്നു പറയാനുള്ളൊരു ഇതുണ്ടാകണം, ഒരു ട്രാൻസ്പെറൻസി അല്ലേ? ഒരുപാട് പേര് ഞാൻ പേഴ്സണലി പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളിലും ചെന്ന് എത്തുന്നുണ്ട്. അത് സമയത്തിൻ്റെ അല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പാഷൻ, അല്ലെങ്കിൽ എന്നിലൂടെ എനിക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യണം, ആണോ? അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അതാരായിരുന്നാലും നമ്മളെ കൊണ്ടാവും വിധം
ഒരാൾക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ ഏതായാലും മനുഷ്യജന്മം എടുത്തു, ഇപ്പം എന്താ പറയുക, അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, നമ്മളെ കൊണ്ട് അതേ പറ്റൂ. അപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരാളെ സഹായിക്കുക, അത് എപ്പോഴും എനിക്ക് തോന്നിയ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം അച്ഛൻ കണ്ണൂർ വളരെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അച്ഛൻ്റെ ബസ്സായിരുന്നു. അച്ഛന് ഇതുപോലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ബസ് കൊടുക്കും അവർക്ക് ശ്മശാനത്തിലേക്ക് പോകാനും. പിന്നീട് അച്ഛൻ മരിച്ചപ്പോഴാണ് നമ്മൾ പോലും അതിശയിച്ചത്, ഇത്രയൊക്കെ കാര്യം മനുഷ്യൻ ചെയ്തിരുന്നു എന്നാലോചിച്ചിട്ട്. അതുപോലെ നമ്മളിപ്പം ഏതെങ്കിലും ഒരു, അത് ഞങ്ങളുടെ ഡ്രൈവറായാലും ക്ലീനറായാലും അവരുടെയൊക്കെ കുട്ടികളുടെ കല്യാണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊരു പോകും. അതിൻ്റെ ഇന്നത്തെ കാലത്ത് കാണുന്ന പോലെ അപ്പർ ലെവൽ ലോവർ ലെവൽ ഒന്നുമില്ല. അവരുടെ വീട്ടിൽ പോയി അവരുടെ കൂടെ ഒരു നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അപ്പോൾ അമ്മയുടെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അവിടെ ചെന്നാൽ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല, പിന്നെ അവർ ബൂസ്റ്റ് വാങ്ങിക്കാൻ ഓടണം. അപ്പം നമ്മളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ഏത് സിറ്റുവേഷനിലും നമ്മൾ ജീവിച്ചു. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തും, ഈ എന്തും ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തും എന്താ അർത്ഥം എന്ന്. പക്ഷെ ആ എന്തും അർത്ഥം നിങ്ങൾ സന്തോഷത്തോടെ തരുന്ന എന്തും എനിക്ക് സന്തോഷമാണ്. അപ്പം ആ അവൈലബിലിറ്റി എല്ലാറ്റിലും എനിക്ക് ഉണ്ടെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഫസ്റ്റിൽ ദുബൈയിൽ ജോയിൻ ചെയ്ത് കുറച്ചു കാലം ദുബൈയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അബുദാബിയിലേക്ക് വന്നു. എങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് പോയത്? ദുബായിൽ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് അബുദാബി ട്രാൻസ്ഫർ വന്നപ്പോൾ ഞാനും അബുദാബിയിലേക്ക് വന്നു. പിന്നെ ഈ പറയുന്ന പോലെ ദൈവാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം എല്ലാ പ്രവാസികൾക്കും ഇതൊരു പുണ്യഭൂമിയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് അയക്കുന്നതാണ് ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പം അതുപോലെ ഈ ഭൂമി തൊട്ടപ്പോൾ എല്ലാം പൊന്നായി എന്ന് പറയുന്ന പോലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എനിക്കും ഹസ്ബൻഡ് കൂടെ തന്നെ കിട്ടി. അങ്ങനെ ഞാനിവിടെ അൽ റയാൻ മെഡിക്കൽ സെന്ററിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അബുദാബി യാത്ര അവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. പിന്നെ കൊറോണ കാലത്ത് ഇതുപോലെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് സജീവമായിട്ട് സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക്, കാരണം അന്ന് സജീവമായിട്ട് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ എഴുതാൻ സമയം ഉണ്ടായിരുന്നു. അപ്പം ഈ മെഡിക്കൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഒത്തൻറ്റിക് ആയിട്ട്, മീൻസ് ഇൻ ലിമിറ്റഡ് ടേംസ്. അങ്ങനെയാണ് കുറച്ചുകൂടെ ഒരു വൈറലായി പുറത്തോട്ട് വരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇപ്പം അബുദാബിയിൽ അല്ലെങ്കിൽ പ്രവാസത്തിൽ തന്നെ എവിടെ എടുത്താലും എങ്ങോട്ട് നോക്കിയാലും ഡോക്ടർ ധനലക്ഷ്മി എന്നുള്ളൊരു പേര് ബൂസ്റ്റ് ചെയ്ത് തന്നെ. അതായത് അത് മാം ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ ആ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളൊരു സത്യമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്തു, നിങ്ങൾ തന്നെ അതെനിക്ക് തരണം എന്ന് ഷാഠ്യം പിടിക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷെ ഇപ്പം നിങ്ങളിവിടെ വന്നത് എൻ്റെ ഭാഗ്യമാണ്. കാരണം ഒരിക്കലും ഞാൻ UAE വരുമ്പം ഇവിടെ ഞാൻ ഒരാളാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ ചെയ്യുന്ന നന്മകൾ കൊണ്ടായിരിക്കും ഇവിടെയുള്ള പ്രമുഖ വ്യക്തികളുടെ കൂടെ, ചിലപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ചില വേദികൾ ഷെയർ ചെയ്യുമ്പം ഇവരുടെ കൂടെ ഇരിക്കാൻ മാത്രം യോഗ്യതയുണ്ടോയെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേ മാമിൻ്റെ ഒരു എന്താണ് ഒരു എളിമ കൊണ്ട് മാം, കാരണം മാം ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് മേളിലോട്ട് വരുന്നത്. അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എവിടെ പോയാലും നിറഞ്ഞ ചിരിയുമായിട്ട് ആ ഒരു പോസിറ്റീവ് വൈബോടുകൂടി. ഇപ്പോൾ കുറേ സ്ത്രീകളുണ്ടാവും, അവരുടെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നു. അതേ നല്ലൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. അപ്പം അതെല്ലാം ആസ് എ ലേഡി എന്ന രീതിയിൽ ഒരിടത്തും മാറി നിൽക്കാതെ എനിക്ക് കഴിയും. ഞാൻ എന്നാൽ കഴിയുന്ന പോസിറ്റീവായിട്ട് ഞാൻ എല്ലാ ഇതിലുമുണ്ട്. ഇപ്പം ഒരു ആഡ് വരികയാണെങ്കിൽ ആഡിലുണ്ട്, പിന്നെ ഒരു ഇനാഗുറേഷൻ വരികയാണെങ്കിൽ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും മാമിൻ്റെ സാന്നിധ്യമുണ്ട്. അത് വലിയ ഒരു അച്ചീവ്മെൻ്റാണ്. അല്ല, ഞാൻ അങ്ങനെ നോക്കുവാണെങ്കിൽ മേ ബി ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആരെങ്കിലും താഴോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴും ഞാൻ പൊതുവേ പോകുന്നത് ആരെങ്കിലും കുറച്ച് ബിസിനസ് കുറഞ്ഞു അല്ലെങ്കിൽ നമുക്കിത് നന്നാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോഴാണ്
ഞാൻ അവരെ സഹായിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വെറുതെ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ച് ഹാവ് വാവ്, അത് നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒരു ഇതിലും കാണില്ല. ഞാൻ പേഴ്സണലായിട്ട് ട്രൈ ചെയ്ത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ, കാരണം നമുക്ക് സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടെ വഴി മാറി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ സമൂഹത്തിനെ എന്തിനു കുറ്റം പറയണു? നമ്മളാണ് ഈ സമൂഹത്തിനെ ചീത്തയാക്കിയത് അല്ലേ? അപ്പം നമ്മളാൽ കഴിയുന്ന നന്മകൾ സൊസൈറ്റിക്ക് കൊടുക്കുക. ആരെങ്കിലും നമ്മളെ കൊണ്ട് നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ആൾക്കാർ എന്നെ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം. പക്ഷേ മാമിനോടുള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഒരുപാട് പേര് ഇപ്പൊ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരുപാട് പേരുള്ളിടത്ത് നമ്മൾ ഒരാളായി മാറണമെങ്കിൽ നമ്മളിലുള്ള മറ്റു പ്രത്യേകതകളാണ്. അതൊരിക്കലും സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് ഒരു ഇതുമല്ല. നമ്മുടെ വ്യക്തിയുടെ ഒരു പ്രഭാവം, ആ വ്യക്തി സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അവർക്കൊരു ആശ്രയമായി മാറാവുന്ന ഒരാളായി മാറിയത് കൊണ്ടാണ്. അപ്പൊ അതില് ശരിക്കും ഡോക്ടർ ധനലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഐക്കോണിക് നെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങി ആഡ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പറയില്ലേ, എനിക്ക് എങ്ങനെ എൻ്റെ കംഫർട്ടും പിന്നെ എനിക്ക് എങ്ങനെ ഒരാളെ സഹായിക്കാൻ പറ്റും അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പം ലൈഫ് കെയറിൽ വർക്ക് ചെയ്യാണ്. വലിയൊരു ബ്രാൻഡാണ് ബുർജിയിൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ഞാൻ ചെറിയ കാര്യങ്ങളിൽ വരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ ടീംമേറ്റ്സിനോട് പറയുമ്പോൾ ഞാനൊരു ഹോസ്പിറ്റൽ ആസ് എ ഹോൾ, ഇപ്പം ഞാനത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓപ്പറേഷൻസ് മാനേജറുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് എന്ത് ഗുണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു 6 വർഷം മുന്നേ ലൈഫ് കെയറിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ബോസ് അൽറയാൻ കുറച്ച് മോശമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പം അതിനു വേണ്ടി മാത്രം അത്രയും നല്ലൊരു പ്രൊഫൈലിന് ഇറങ്ങിയതാണ്. ആ ഇറങ്ങുന്ന സമയത്ത് എന്നോട് എല്ലാവരും ചോദിച്ചു, ഇത്രയും നല്ലൊരു ജോലി, ഇത്രയും നല്ലൊരു ബ്രാൻഡ്. പക്ഷേ എനിക്കിവിടെ ഫസ്റ്റ് ജോലി തന്നത് മിസ്റ്റർ ജാബറാണ്. പുള്ളി എമിഗ്രേഷൻ്റെ ഹെഡാണ്. അപ്പം സാറിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് എൻ്റെ ക്ലിനിക്ക് ഒന്ന് നന്നാക്കൂ എന്ന് പറഞ്ഞപ്പം ഞാൻ അതിൽ പൈസ അല്ല ഞാൻ ആലോചിച്ചത്, ഐ ക്യാൻ ഡൂ ഇറ്റ്. ആ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് മാറി. ഇപ്പം അൽറയാൻ വളരെ, ഞാൻ കാരണമാണെന്ന് പറയില്ല, കാരണം ഞാൻ എല്ലാറ്റിലും പറയും, ഞാൻ എപ്പോഴും വി എന്നുള്ള വാക്ക് മാത്രമേ യൂസ് ചെയ്യൂ. ഈയിടയ്ക്ക് എനിക്കൊരു നല്ലൊരു ജോലി വന്നപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം ഞാൻ തന്നെ ആ ജോലി വേണ്ടാന്ന് വെച്ചു. കാരണം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഓപ്പറേഷൻ സൈഡായിരുന്നു നോക്കുന്നുണ്ടായത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും വി ഡിഡ് ദാറ്റ്, വി ബിൽഡ് ദിസ്, വി ഡിഡ് ദാറ്റ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, അല്ല സോളോ ആയിട്ട് എന്താ ചെയ്തതെന്ന്. നമുക്ക് സോളോ ആയിട്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ വി. പ്രത്യേകിച്ച് ബിസിനസ്സിൽ, നമ്മൾ ഏത് ബിസിനസ്സിൽ റൈറ്റ് ഫ്രം ലുല്ലു തൊട്ടിട്ട് നമ്മൾ ഏത് ബ്രാൻഡ്, ബുർജിയിൽ ഏത് ബ്രാൻഡ് എടുത്താലും ദർ ഇസ് എ വി. ഒരു തുടക്കക്കാരനുണ്ടാവും, ഡോക്ടർ ഷംസീറിനെ പോലെ, ശ്രീ യൂസഫ് അലിയെ പോലെ എപ്പോഴും ഒരു നേതാവ് ഉണ്ടാവും. പക്ഷെ അതിന് താഴെയുള്ള ആൾക്കാർ വി ആണ് എപ്പോഴും. ഒരാൾക്ക് മാത്രമേ ഐ ആവാൻ പറ്റൂ. ബിക്കോസ് ദർ ഇസ് നെവർ ഒരു റീപ്ലേസ്മെൻറ്റ് ഫോർ ഡോക്ടർ ഷംസീർ, മിസ്റ്റർ അദീബ്, ശ്രീ യൂസഫ് അലി, ഇവർക്കൊന്നും റീപ്ലേസ്മെൻറ്റ് ഇല്ല. പക്ഷെ ബാക്കി നമുക്ക് എല്ലാവർക്കും റീപ്ലേസ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും ലേറ്റായിട്ടാണ് അവിടെ കാണിക്കാൻ പോകാറ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകരുത്. കാരണം എൻ്റെ കൈ എപ്പോഴും പണിയെടുത്ത് ഒരുമാതിരി കൃഷിക്കാരൻ്റെ കൈ പോലെ ആവാറുണ്ട്. അപ്പോഴാണ് അവരെന്നെ നോട്ടീസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഓഫർ തന്നു. പിന്നെ എപ്പോഴും എൻ്റെ ഡ്രീമായിരുന്നു, കാരണം ഞാൻ നാട്ടിൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. അവിടെ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ഡെപ്യൂട്ടി മെഡിക്കൽ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ആ സ്ഥാനങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ക്ലിനിക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ്, എനിക്ക് ഒരു വലിയൊരു ബ്രാൻഡ്, പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും, ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ബുർജിയിൽ വിളിച്ചപ്പം എനിക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് അന്ന് VPS ആയിരുന്നു, ഇന്ന് ബുർജിയിലേക്ക് വന്നത്. ഏറ്റവും ലീഡിംഗ് ആയ ഹോസ്പിറ്റൽ ഡെഫിനറ്റ്ലി അത്
കാരണം അവർ വളരെ ഇന്നൊവേറ്റീവ് ആണ്. എന്ത് പുതിയത് നമ്മൾ ചിന്തിക്കുമ്പോഴേക്ക് അതിവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വേറെ എവിടെയും നമുക്ക് കിട്ടാത്തൊരു ഇത്രയും അപ്ഡേറ്റഡ് വേർഷൻ. പിന്നെ ഈസി ടു വർക്ക്. ആരും നമ്മളെ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ട്രീറ്റ് ചെയ്യില്ല. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമുക്ക് പേഴ്സണലി ഒരു വിഷമം വന്നാൽ അവരെന്നും കൂടെ നിൽക്കും. അങ്ങനെയുള്ളൊരു കമ്പനി എപ്പോഴും നമുക്കൊരു ഭാഗ്യമാണ്. അപ്പം ഞാനത് തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ടാണ് കൂട്ടുന്നത്. ഈ കലാസാംസ്കാരിക മേഖലയിലേക്ക് വരുന്നത് ഇവിടെ ഏത് ബേസ് ചെയ്താണ് ആദ്യം ജോയിൻ ആവുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എഴുത്ത് തുടങ്ങിയപ്പം ശ്രീ നസീർ പെരുമ്പാവൂറാണ് ആദ്യമായിട്ട് എന്നെ ഈ മീനിനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ പൊക്കിയെടുത്തത്. ശ്രീ നസീറായിരുന്നു. പുള്ളി എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം കുറച്ച് മടിച്ചു നിന്നിരുന്ന എന്നെ ദർശനയുടെ ഒരു വളരെ വലിയൊരു പോസ്റ്റ് എനിക്ക് തന്നിട്ട് എന്നെ വിളിച്ചു. അങ്ങനെയാണ്, അതെ, അങ്ങനെ ദർശനയിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത്. പിന്നെ അത് മലയാളി സമാജമായി, ഇസ്ലാമിക് സോഷ്യൽ സെൻറ്റർ, ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ, KMCC, അതെ. അത് പിന്നെ ഒരു യാത്ര പോലെ നമ്മളിങ്ങനെ ഒരു വഴിയെ പോകുമ്പം ചുറ്റിലും. കവിത എഴുതി, അതുപോലെ തന്നെ നോവൽ എഴുതി, ഇപ്പം ഒരു ഇംഗ്ലീഷ് നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിന്റെ കൺസെപ്റ്റ് അത് ഇത് ചെയ്യണ്ട, എന്നാലും അത് എപ്പോഴായിരിക്കും അതിൻ്റെ ഒരു പ്രകാശനമൊക്കെ സ്വാഭാവികമായിട്ടും? അതെന്തായാലും ജൂൺ അവസാനം എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പം അത് പബ്ലിഷറിൻ്റെ കയ്യിലാണുള്ളത്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, കവർ പേജും ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി പബ്ലിഷിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഈ പ്രാവശ്യം കണ്ണൂർ വെച്ച് ചെയ്യണം എന്നാണ്. കാരണം ഒരു 3-4 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാ വർഷവും എനിക്കൊരു ബുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ അമ്മയുടെ, എൻ്റെ ചേച്ചിയുടെ, അവരുടെയൊക്കെ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം എപ്പോഴും ഞാൻ മാത്രമേ പ്രവാസിയായിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ, ബാക്കി എല്ലാവരും നാട്ടിലാണ്. അപ്പം ഈ സന്തോഷങ്ങളൊക്കെ അവരെൻ്റെ വീഡിയോസിലൂടെയും ഫോട്ടോസിലൂടെയും മാത്രമേ അറിയാറുള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി വർഷമായി. അപ്പം അമ്മ, അപ്പം ഇവരുടെയൊക്കെ ഇടയിൽ ഒരു ബുക്ക്. അതെ, അതെ, 5ാമത്തെ കണ്ണൂർ വെച്ച് ചെയ്യണം എന്നാണ്. താങ്ക് യു സോ മച്ച്. ഓരോ ഇത് കഴിയുമ്പോഴേക്കും ഈ ഇംഗ്ലീഷ് നോവൽ കഴിഞ്ഞിട്ട് വീണ്ടും ഇംഗ്ലീഷിലേക്കാണോ അതോ ഇനി മലയാളത്തിലേക്കാണോ? അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ഇതില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കൊരു മലയാള കവിതകൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ എപ്പോഴൊക്കെയോ വിചാരിച്ചു, നമ്മളിപ്പോൾ പലരും കേൾക്കാറുള്ളൊരു കാര്യമാണ് വായന മരിച്ചു, ബുക്ക്. പക്ഷേ ഇല്ല, നിങ്ങൾ ഒരു തവണ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് പോയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വായന മരിച്ചിട്ടില്ല. അറിയാത്ത ആൾക്കാരാണ് പറയുന്നത്. അതിലെനിക്ക് ഏറ്റവും രസം തോന്നിയത് ഈ ഇടയ്ക്ക് ഒരു എനിക്ക് ഇവൻറ്റ് ഏതാണെന്ന് ശരിയായിട്ട് ഓർമ്മ വരുന്നില്ല. ശ്രീ സലീം ചിറക്കൽ, മലയാളി സമാജം പ്രസിഡൻ്റാണ്. ഒരു കവിതയുടെ ഫെസ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇവർ കുറച്ച് പേർ അവിടെ ഇരുന്നിട്ട് നമ്മൾ അതിശയിക്കും വിധം കവിതകൾ ഓരോരുത്തരും മാറി മാറി ചൊല്ലുവാണ്. അത് ഒരു വരി തെറ്റാതെ, ഒരക്ഷരം തെറ്റാതെ അവർ ചൊല്ലുന്ന കണ്ടപ്പോഴാണ് കവിതയും മലയാളവും ഒന്നും എവിടെയും പോയിട്ടില്ല, നമ്മുടെ സംസ്കാരം ഒരു തുള്ളി, ഒരു അംശം പോലും പോയിട്ടില്ല എന്ന് എനിക്ക് ആ സദസ്സിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്തത് എന്തായാലും ഒരു മലയാളം കവിതയായിരിക്കും. കാരണം അക്ഷരങ്ങളെ പ്രേമിക്കുന്ന, ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അത് അവർക്കുള്ള ഒരു ട്രിബ്യൂട്ടായിരിക്കും. ഇതിനിടയിൽ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിൽ ഒരു വാക്ക് കടന്നു വന്നു. ഞാൻ ആ വാക്കിൽ കയറി പിടിക്കുന്നു, പ്രണയം. പ്രണയത്തെ കുറിച്ച് എന്താണ് പറയാറ്? നല്ല അഭിപ്രായമാണ്. പ്രണയിക്കുമ്പോഴെല്ലാം നല്ലതാണ് ഇല്ലേ? മാധവിക്കുട്ടിയുടെ വാക്കുകൾ കടമെടുക്കാം. നമുക്ക് മരിക്കുന്നത് വരെ പ്രണയിച്ചുകൊണ്ടിരിക്കാം. അത് നമ്മളെ മുന്നോട്ട് നയിക്കും. ഈ പ്രണയം വിരഹത്തിലേക്ക് മാറുമ്പോഴോ? ആ അവസ്ഥയിൽ എത്താതിരിക്കട്ടെ. ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീണ്ടും മാധവിക്കുട്ടിയുടെ ആ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത്. കാരണം
വിരഹത്തിൽ എത്തുന്നത് എപ്പോഴാണ്? നമുക്ക് ബോറടിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഇന്നോവേറ്റീവായിട്ട് പ്രണയം കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, കാരണം നമുക്ക് എപ്പോഴാണ് ബോറടിക്കുന്നത്? ഒരേ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ? ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ട് പറയാറുണ്ട്, ഐശ്വര്യ റായ് എല്ലാവർക്കും പുതുമയുള്ള ഒരാളാണ്. പക്ഷെ അഭിഷേക് ബച്ചന്, പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ്. കാൻ ഫെസ്റ്റിവലിലെ അംഗമല്ല, ലോകം കണ്ട വിശ്വസുന്ദരി അല്ല, ഒരു ഭാര്യ മാത്രമാണ്. സോ വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്? നമ്മൾ എല്ലാ ദിവസവും പുതിയ ആശയങ്ങൾ, പിന്നെ വഴക്കില്ലാതിരിക്കുക, മേക്ക് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഹസ്ബൻഡിന് ഒരു ഉത്തരവാദിത്തം ഉണ്ട്, എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ ഇഫ് വി ക്യാൻ ബി ഫ്രണ്ട്സ്, വി ക്യാൻ ബി ഗുഡ് ലവേഴ്സ്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ എഴുത്തിലെല്ലാം വിരഹമാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെ എഴുത്തിന്റെ കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ അറിയാതെ വന്നു പോകുന്നതാണല്ലോ. നമ്മൾ ഇന്റൻഷനലി നമ്മൾ എഴുതുന്നതല്ലോ. അതെ അതെ, ഇന്റൻഷനലി എഴുതുമ്പോൾ അത് വേറൊരു ലെവലിലായിട്ടാക്കും. ഒരു ഒഴുക്ക് വേണമെങ്കിൽ നമ്മൾ എവിടുന്നോ വരുന്നതാണ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അത് കണ്ടിട്ട് അവരാണ് നമ്മളെ കുറിച്ച് നമ്മുടെ എത്രത്തോളം നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണെന്നുള്ള അവർക്കൊരു ഇത് പറയാൻ പറ്റുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ പ്രണയം ഡിസ്കസ് ചെയ്യാതിരുന്നാൽ തന്നെ വിരഹമാവില്ല. കാരണം നിങ്ങളൊരു പ്രശ്നം വേറൊരാളോട് പറയുമ്പോഴാണ് അതിൽ ഇത്രയും വലിയ തെറ്റുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതല്ല, ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തമ്മിൽ അത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലൈഫ് വിൽ ഗോ ഓൺ സ്മൂത്തായിട്ട്. പിന്നെ ഈ ഓരോ ഇതിൽ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, എനിക്ക് എന്റെ മൈൽ സ്റ്റോണുകൾ, എനിക്ക് ഇവിടെ വരെ എത്തണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. കാരണം നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സ്ഥലമാണ്. കാരണം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മളിപ്പോൾ ഓരോരുത്തരും നമ്മൾ പേഴ്സണൽ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാനൊരു നല്ല മകളായിരുന്നു. ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് പറയാൻ പറ്റില്ല അവൾ അത് എനിക്ക് വേണ്ടി ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളപ്പം ഞാൻ എപ്പോഴും, അവർക്ക് ആവശ്യം എന്നല്ല, അമ്മമാർക്ക് ആവശ്യങ്ങളില്ല, പക്ഷേ ഞാൻ എന്നും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എൻ്റെ സിബ്ലിങ്സ്, എനിക്ക് ഒരു സിസ്റ്ററും 2 ചേട്ടന്മാരുമാണ്. അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവൾ നമ്മളോട് ഇത് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യമാർ, എനിക്ക് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ചേട്ടനുമായിട്ട്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടത്തി എന്ന് പറയുന്നത് എനിക്ക് അമ്മയെ പോലെയാണ്. എന്നും എനിക്ക് കണ്ണൂർ പോയാൽ എനിക്കുള്ള ഭക്ഷണം അമ്മയില്ലെങ്കിലും ചേട്ടത്തി അമ്മ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വളർന്ന കുട്ടികളാണ്. അപ്പം ആരെ എടുത്ത് നോക്കിയാലും, ഇപ്പം ഞാൻ വിട്ടിരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പോലും എന്നാലാവുന്ന വിധം ഞാൻ അവരോട് നീതി പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഈ ജീവിതം ഇല്ലയെന്ന് തോന്നുവാണെങ്കിലും സന്തോഷമായിട്ട് പോവും. കാരണം എനിക്ക് അത് വേണമായിരുന്നു എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അതിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ, നമുക്ക് പൈസ ഇല്ലാതെ പൈസ ഉണ്ടാവുമ്പം ഭയങ്കര സന്തോഷമാണ്. നിങ്ങളിപ്പോൾ ഒരു സൈക്കിൾ ഓടിച്ചു, അത് കഴിഞ്ഞ് നിങ്ങളത് കാറിലേക്ക് മാറുന്നു, പിന്നെ അത് വലിയ വലിയ കാറുകളിലേക്ക് മാറുമ്പം അത് വിജയമാണ്. പക്ഷെ എൻ്റെ ജീവിതം നേരെ ഓപ്പോസിറ്റായിരുന്നു. എൻ്റെ അച്ഛന് ആ സമയത്ത്, ഞാൻ പറയുന്നത് 1980s 70s സമയത്ത് 40 ബസ് കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് പിന്നെ എന്തൊക്കെയോ കാരണവശാൽ ബിസിനസ് തകർന്ന തരിപ്പണമായിട്ട് ഒന്നുമില്ലാത്ത, സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ചെന്നെത്തിയതാണ്. ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കാത്ത ആൾക്കാരുടെ മുഖമാണ് നമുക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫേസിലൂടെ കടന്നുപോയി, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വഴിവെട്ടി ഇവിടെ നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ എല്ലാ അംശവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒത്തിരി വിഷമമുണ്ട്, ഒത്തിരി വേദനയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ താഴേന്ന് നമ്മളിപ്പം, കാരണം ഈ പൊതിച്ചോറ് കോൺസെപ്റ്റ് പോലും എനിക്കില്ലായിരുന്നു. കാരണം അന്നൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹോം മെയ്ഡ് ഫുഡ് ടിഫിനിൽ ഡ്രൈവർ കൊണ്ടുതരും. അവിടുന്ന്
നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയവും അനുഭവിച്ചിട്ടുണ്ട്. അതും ഈ പ്രൊഫൈലിൽ ഇരിക്കുമ്പം ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുക മണിപ്പാലിൽ പഠിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വിഷമം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കും. പക്ഷേ നമുക്കും ആ അവസ്ഥയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ ഇറങ്ങി ചെല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ചിരിച്ച് കാണുന്ന ഡോക്ടർമാർ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. അവരും അവരുടെ ഒരുപാട് പേഴ്സണൽ ദുഃഖങ്ങൾ മാറ്റി വെച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ട് എപ്പോഴും എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. കാരണം ശരിയാണ്, നമ്മൾ കടന്നു വന്ന വഴികൾ, ആ വഴികളിൽ നിന്ന് നമ്മൾ നേടിയ സന്തോഷം, അപ്പൊ നമുക്ക് കിട്ടുന്നതെല്ലാം സന്തോഷമായി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട സമയത്തും നമ്മൾ ഇവിടെ വരെ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ ഇവൻ ആത്മഹത്യയെ പറ്റി ചിന്തിച്ച സമയങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പലരുടെയും ആത്മഹത്യ വായിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ചില സാഹചര്യങ്ങൾ നമ്മളെ അതിലേക്ക് തള്ളിവിടുന്നതാണ്, നമ്മൾ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ആ ഒരു തീരുമാനം, അതായത് നമുക്ക് ആ സമയത്ത് അത് മാത്രമേ ഓപ്ഷനായിട്ട് കിട്ടൂ. കാരണം ഞാൻ പറഞ്ഞ വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇപ്പോ ഒരാൾ ഫിനാൻഷ്യലി തകർന്നു നിൽക്കുന്നു. ആ ഫിനാൻഷ്യലി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അയാൾ എന്താ ചെയ്യുന്ന, അയാൾക്ക് ഏറ്റവും അറിയാവുന്ന, ഏറ്റവും സപ്പോർട്ടീവ് ആകുമെന്ന് വിചാരിക്കുന്നവർക്ക് സപ്പോർട്ടായിട്ട് ചെല്ലും ചോദിക്കുന്ന. ആ സപ്പോർട്ടായിട്ട് ചോദിക്കുമ്പോൾ അവരുടെ പ്രൊഫൈലില് കോടികളുടെ കണക്കായിരിക്കും പറയുന്നത്. അപ്പൊ ചോദിക്കുന്ന വളരെ നിസ്സാരമായ ഇതായിരിക്കും. എനിക്ക് അവിടെ 3 കോടി കൊടുത്തിട്ടുണ്ട്, എനിക്ക് ആ കാശ് കിട്ടിയിട്ടില്ല. ഇയാളെ ചോദിച്ചൊരു 5000 ആണ്. 5000-ന് 3 കോടിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ മറ്റൊരു പരാജയമാണ്. വീഴ്ന്ന് കിടക്കുന്ന ഒരാളിന് ഒരു കൈ കൊടുത്ത് രക്ഷപ്പെടുത്താൻ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. പിന്നെ പലരും ചെയ്യുന്നത് അവരുടെ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യാനും അവരുടെ സാന്നിധ്യം അറിയിക്കാനുമാണ്. അല്ലാതെ അവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്കിപ്പം എത്ര പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാരെ ചോദിക്കൂ, ഡോക്ടറെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന്. നമ്മൾ ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ എനിക്കൊരിടയ്ക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. എല്ലാവരും എന്നെ ആ സന്തോഷമുള്ള, കാരണം ഞാൻ എപ്പോഴും പുറത്ത് കാണിക്കുന്ന ഒരു പ്രൊഫൈലും അതാണ്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് മാത്രം എന്നെ വിളിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വല്ലാതെ എന്നെ ടച്ച് ചെയ്യും. യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നമ്മൾ അറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ദിവസവും കാണുമായിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ആ ആളുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ അന്വേഷിക്കില്ല. നമ്മുടെ തമാശകൾ പറയണു, കാര്യങ്ങൾ പറയണു, മുന്നോട്ട് പോകുന്നു. പ്രൊഫൈലിൽ കാണുന്നു വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടുത്തെ ഫോട്ടോ. അപ്പം സ്വാഭാവികമായിട്ട് വളരെ നല്ല രീതിയിലാണ് മാനസികമായി പോകുന്നത്. നമുക്കുണ്ടാകുന്ന ഒരു ചെറിയ വിഷമങ്ങൾ പോലും പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യപ്പെടില്ല. അല്ല, പിന്നെ അതിനെയും വിമർശിക്കുന്നവരുണ്ട്. ഇപ്പം നമുക്കൊരു ബാഡ് മൂഡ് ഉണ്ടായി, നമ്മളത് ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരിക്കലും ഒരാളെ കാണിക്കാനല്ല നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കുന്നത്. എനിക്ക് ബേസിക്കലി ഒരു സങ്കടം വന്നാൽ അത് എഴുതി കഴിയുമ്പോൾ എനിക്കത് മാറും. പക്ഷെ അതുപോലും വിമർശിപ്പിക്കും. ആ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് സ്റ്റേറ്റസ് ഒക്കെ ഇടുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും ആരെ കാണിക്കാനാണെന്ന്. അത് ആരെയും കാണിക്കാനല്ല, അത് കാരണം എനിക്കത് ആരും കാണാനല്ല, അത് എൻ്റെ പേഴ്സണൽ സങ്കടമാണ്. അത് എനിക്ക് എഴുതിയിട്ട് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നീ ആരെ കാണിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ഒരാളെ അയാളുടെ വഴിക്ക് വിട്ടേക്കുക. അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. അയാൾക്ക് അതൊരു സന്തോഷമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഷുഡ് റിമെയിൻ ആസ് ഹാപ്പിനെസ്. അതെ, അതായത് ധനലക്ഷ്മിയായിട്ട് തന്നെ ജീവിക്കുക. അപ്പം അതാണ് ഏറ്റവും വലിയത്. നമ്മളൊരു കടിഞ്ഞാണോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, ഇങ്ങനെ അവിടെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും. അല്ലേ? അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ ഒരു റൈറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നിടത്തോളം കാലം അവിടെയാണ് നമ്മൾ പെർഫെക്റ്റ് ആകുന്നത്. അതായിരിക്കും അതിലൊരു ശരിയും. അതെ. പിന്നെ നമ്മൾ ആരുടെയും ദുഃഖം അളക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഇൻറ്റൻസിറ്റി, ഇപ്പം ചിലപ്പം ഒരാളുടെ സങ്കടം പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു സങ്കടമാണോ, നിങ്ങളൊന്ന് ക്യാൻസർ സെൻറ്ററിൽ പോകൂ,
പക്ഷെ ക്യാൻസർ സെൻറ്ററിൽ അല്ല സങ്കടമുള്ളത്. ക്യാൻസർ സെൻറ്ററിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അതിൻ്റെ അളവ്. അയാൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്താവുമ്പോഴാണ് അയാളത് ഷെയർ ചെയ്യണത്. ആ സമയത്ത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ക്യാൻസർ സെൻറ്ററിൽ പോകൂ, അല്ലെങ്കിൽ MCC, ഇതൊന്നും അല്ല നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോണ്ട് വറി, ഇറ്റ് വിൽ ബി ഓക്കെ, ഞാനുണ്ട് കൂടെ എന്ന് നമുക്ക് പറയാൻ ഒരാളുണ്ടെങ്കിൽ യു ആർ സക്സസ്ഫുൾ. അല്ലാതെ ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു സങ്കടം പറയുമ്പോൾ ഡോക്ടർക്ക് എന്താ ഇല്ലാത്തത്, നല്ല വീടുണ്ട്, ജോലിയുണ്ട്, ഇതിനൊക്കെ അപ്പുറം നമ്മളെ കേൾക്കുക. നമുക്ക് അല്ല, നമുക്കൊരു നമ്മുടേതായ ഒരു സങ്കടം ഉണ്ടാവും. കാരണം ഇപ്പം ഞാനത് പറയാൻ റീസൺ, ഞാനിപ്പം നിങ്ങളുടെ അടുത്താണ് ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് സാറിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് കുട്ടികളില്ല. ആദ്യ നാളുകളിൽ ഇത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം നമ്മളെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ തറവാട്ടിനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കും, നിങ്ങളുടെ തറവാട്ടിൽ ദോഷമുണ്ടോ, പ്രശ്നമുണ്ടോ, ഇതിങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നൊക്കെ എൻ്റെ അമ്മ എത്രയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അമ്പലത്തിലെ പൂജാരി പറഞ്ഞിട്ടുണ്ട്, ആ അമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, വയ്യാത്ത അമ്മ. അപ്പം മോൾ എന്തെങ്കിലും ചെയ്യൂ. പക്ഷെ എനിക്ക് പറയാൻ പറ്റണില്ല. കാരണം ഞങ്ങൾ രണ്ടാൾ നോർമലാണ്, ബൈ സം റീസൺ ആവണില്ല. അതെ, നമ്മൾ ഒരുപാട് IVF-ഉം ട്രീറ്റ്മെൻറ്റും ഒരുപാട് പൈസ ഞാൻ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് അറിയാവുന്നവർ തന്നെ പിന്നെയും നമ്മൾ അത് പറഞ്ഞിട്ട് എന്നാലും കുട്ടികളില്ലല്ലോ എന്ന് പറയും. അതിലെന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നാട്ടിൽ വീട് വെച്ചു. വീട് വെച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമായി. കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ്, എനിക്കൊരു കുഞ്ഞു വീട്, നമ്മൾ രണ്ടാൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞിട്ടൊരു കോമ്പാറ്റബിൾ ഹൗസാണ്. അപ്പോൾ എല്ലാവരും നല്ലത് പറഞ്ഞു. ഹൗസ് വാമിങ്ങിന് പോയപ്പം എനിക്കറിയാവുന്ന ഒരാൾ മാത്രം പറഞ്ഞൊരു വാക്കാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇത് ആർക്ക് വേണ്ടിയിട്ടാ. അപ്പം ഇത്രയ്ക്ക് ക്രൂരയാവാൻ മനുഷ്യർക്ക് പറ്റും എന്നുള്ളതിനുള്ള തെളിവാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ വാക്കുകൊണ്ട് ഒരാളെയും, നിങ്ങൾ ഒരിക്കലും നാളെ ഞാൻ ഈ ലോകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അബുദാബിയിലും കണ്ണൂരുമുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല ഡോക്ടർ ധനലക്ഷ്മി എന്നെ കുത്തി നോവിച്ചു എന്ന്. കാരണം അത്രയധികം കുറ്റവും വാക്കുകൾ കൊണ്ട് എന്നെ ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളെയും, എനിക്ക് എന്ത് വിഷമം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ ഒരാളെയും വാക്കുകൊണ്ട് വിഷമിപ്പിക്കില്ല. ജീവിതത്തില് നമ്മള് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോകും. അത് ഈ പറയുന്ന പോലെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, അവരൊരു പക്ഷേ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചില ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ അല്ലെങ്കിൽ അവൻ സന്തോഷിക്കരുത്. അത് അവര് ഡയറക്ട്ലി നമ്മളെടുത്ത് പറയും, അയ്യോ ഡോക്ടർ നിങ്ങൾ എന്ത് സുന്ദരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്ത് സംസാരിച്ചിട്ട് മാറി നിന്നിട്ട് പിന്നെ അവളോ. ഇത് നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഇത് ആണിന്റെ അടുത്ത് തരുന്നാലും പെണ്ണിന്റെ അടുത്ത് തരുന്നാലും ഒരു വല്ലാത്ത നമ്മൾ അടുത്തൊന്ന് പറയുകയും നമ്മൾക്ക് മാറി നിന്നിട്ട് നമ്മളെ കുറിച്ച് മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ഒരു മൂല്യച്യുതിയുള്ള കുറെ മനുഷ്യരുള്ളിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ചില ഇതുപോലുള്ള ഈ പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കും, ആരും എന്ത് പറഞ്ഞോട്ടെ എനിക്കറിയാൻ ഇല്ലേ. അതിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. കാരണം അത്ര എളുപ്പമല്ല. നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഇതെങ്കിൽ എനിക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് എനിക്ക് വരുമ്പം, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വേറെ ഒരു വ്യക്തിയോട് പറയായിരുന്നു, ആൾക്കൊരു ജോലി വേണം, പറയാണ് കുടുംബം പോറ്റാൻ വകുപ്പില്ല, പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ, ധീരതയോടെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കലും കോൺഫിഡൻസ് കളയരുത്, ചിരിച്ചുകൊണ്ട് പൊരുതണം. എന്താണ് പൊരുതേണ്ടത്? നമ്മൾ ആരോടാണ് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത്? ആലോചിച്ച് നോക്കും. വിശക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജോലി കിട്ടുന്നവരെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായില്ലേ? കാരണം വിശക്കുന്ന ആൾക്ക് ഭക്ഷണമാണ് വേണ്ടത്, അയാൾക്ക് കോൺഫിഡൻസ് അല്ല വേണ്ടത്. മനസ്സിലായില്ല? അയാൾക്ക് നമ്മുടെ സഹതാപം അല്ല വേണ്ടത്. അപ്പം എല്ലാറ്റിനും, ഇപ്പം നിങ്ങൾക്ക് പനിയാണെങ്കിൽ പാരസെറ്റമോളാണ് വേണ്ടത്, പനിക്കുള്ള ഗുളികയാണ് വേണ്ടത്. അല്ലാതെ പനിയാണ് അത് സമയം വരുമ്പോൾ പോവും, അതല്ല. വിശക്കുന്നവന് ഭക്ഷണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് സമൂഹം മാറണം, അത് ഉറപ്പായിട്ടും. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. പലപ്പോഴും പല മേഖലകളിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്.
ശരിക്കും വിശക്കുന്നവന് വിശപ്പ് തന്നെയാണ് അവന്റെ പ്രയോറിറ്റി. അവനൊരു നേരത്തെ ആഹാരം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ മോട്ടിവേറ്റ് ആയിക്കോളും. അതെ. അല്ല അത് ജോലിയില്ലാതെ ഈ പറയും പോലെ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോ അതുവരെ ഉണ്ടായിരുന്ന ഒരു അവന്റെ ഒരു സപ്പോർട്ടാണ് അവന് നഷ്ടപ്പെട്ടത്. അപ്പൊ മറ്റൊരു ജോലി ആർക്കെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് അവന് കൊടുക്കേണ്ടത് ഫണ്ട്. സ്ട്രെങ്ത്. അതെ. ഇനി നിങ്ങൾക്ക് ഇപ്പം പൊതുവെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞാ ഞാൻ നിങ്ങളെ അടിക്കാൻ പോണൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാം. ഇപ്പം വേക്കൻസി ഒന്നുമില്ല. നമ്മൾ വരുമ്പം അറിയിക്കാം, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കാം, അല്ലെങ്കിൽ എനിക്ക് അതിന് പകരം നമ്മളൊരു ഒരു മോട്ടിവേഷണൽ സ്പീച്ചിനല്ല ചില സമയത്ത് ചിലരെ സമീപിക്കുന്നത്. അപ്പം നമ്മൾ അവസരം അറിഞ്ഞിട്ട് പറയണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നമ്മുടെ കലാ സാംസ്കാരിക മേഖലയിൽ ഞാൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മാമിൻ്റെ അടുത്ത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ, അതായത് കലാ സാംസ്കാരിക ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന് എന്താണ് എന്നോട് റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത്? ഇല്ല, എല്ലാവർക്കും ഒരു ഹാപ്പി എൻഡിങ് കഥയെ പറ്റി എപ്പോഴും, കാരണം എന്നെ സ്ഥിരം വായിക്കുന്ന ആൾക്കാർക്ക് തോന്നാറുണ്ട് എവിടെയൊക്കെയോ കുറച്ച് ദുഃഖങ്ങളില്ലേ എന്ന്. അപ്പം വൈ കാൺട്ട് യു ബി ഹാപ്പി, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ മോട്ടിവേഷണൽ ഇൻസ്പിറേഷണൽ എഴുതിക്കൂടെ എന്നാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇതാണ് ഞാൻ. ഇത് മറച്ചു വെച്ചിട്ട് എനിക്കൊരാളാവണമെങ്കിൽ അത് ഞാനായിരിക്കില്ല. മേ ബി ഇപ്പം നിങ്ങൾ എന്നെ പിടിച്ചിരുത്തി എന്നോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുമായിരിക്കും, പക്ഷെ അതിൽ ധനലക്ഷ്മി ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും. പിന്നെ എനിക്കൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീ KR മീരയൊക്കെ എഴുതുമ്പം അവർ ആ സ്ഥലത്ത് പോയി ഇരുന്നിട്ടാണ് എഴുതുന്നത്. ആ കറക്റ്റ് വൈബ് ഓഫ് ദ പ്ലേസ് അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പ്രകൃതിയെപ്പറ്റി ഞാൻ അധികം പറയാറില്ല. ഞാൻ എഴുതുന്നതും മനുഷ്യ വിഷമങ്ങളാണ്, മനുഷ്യരുടെ നിസ്സഹായതകളാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാവും. അതിൽ ധനലക്ഷ്മിക്ക് ദുഃഖം ഉണ്ടോയെന്നല്ല, കാരണം ഞാൻ അവരിൽ ഒരാളായി മാറുമ്പം ഞാൻ കാണുന്ന ദുഃഖമാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് ഇനിയും പറയാണ്, സന്തോഷമുള്ളത് എഴുതാൻ ഉള്ളപ്പം എഴുതാം. പണ്ടെങ്ങോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മേ ബി സന്തോഷമുള്ള ധനലക്ഷ്മിക്ക് ഒരു എഴുത്തുകാരി ആവാൻ പറ്റില്ലായിരിക്കും. കാരണം സന്തോഷം നമ്മളെപ്പോഴും ആഘോഷിക്കുകയാണ് അല്ലേ, സങ്കടങ്ങളാണ് നമ്മളെ പിടിച്ചു കെട്ടുന്നത്. സോ മേ ബി അപ്പോഴായിരിക്കും നമ്മളാവാൻ പറ്റുന്നത്. അത് എന്തായാലും ഇപ്പോൾ പാടുന്ന ആളാണെങ്കിലും മ്യൂസിക് വായിക്കുന്ന ആളാണെങ്കിലും അയാളുടെ ഒരു കംഫർട്ട് സോൺ സങ്കടം വരുമ്പം അത് പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മേ ബി സങ്കടം വരുമ്പം എൻ്റെ ഒരു കംഫർട്ട് സോൺ എഴുതുക എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നാം കൂടുതൽ ഈ സങ്കടങ്ങൾ വരട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും എഴുതാൻ കഴിയട്ടെ. പോസിറ്റീവ് വൈബ് മറ്റുള്ളവർക്ക് പ്രസൻസ് കൊണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ പോസിറ്റീവായി കൂടുതൽ ഊർജത്തോടു കൂടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത സമയത്തായിട്ട് പീഡനം എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതിനെക്കുറിച്ച് മാമിൻ്റെ ഒരു അഭിപ്രായം? അല്ല, ഈ പീഡനം എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഇപ്പം ഞാൻ ടോട്ടൽ റേപ്പ് കേസസിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പീഡനം എന്ന് പറയുന്നത്, നമ്മൾ 15 പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടു, എന്നിട്ട് ഇത് പുറത്ത് പറയുന്നത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, അതും ഇത് ഹസ്ബൻഡ് അല്ല കേട്ടോ, ദർ ഇസ് നോ മ്യൂച്വൽ, ഹസ്ബൻഡും പീഡിപ്പിക്കേണ്ട അവകാശമില്ല. പക്ഷെ എന്നാലും സൊസൈറ്റിയെ ഭയന്നിട്ടാണ് പറയാത്തത്. ഇത് ഏതോ ഒരു പുരുഷൻ 1 തവണ 2 തവണ 3 തവണ എന്തിനു നിങ്ങൾ സഹിച്ചു? പോവാതിരുന്നൂടെ നിങ്ങൾക്ക്? സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തോ വേണം, അതുകൊണ്ട് ഞാൻ പീഡനം സഹിച്ചു. ദാറ്റ് മീൻസ് ഞാനത് സഹിക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്നു അതൊരു പീഡനമായിരുന്നില്ല, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പം 1 വർഷം 2 വർഷം ചിലപ്പോൾ 10 വർഷം വരെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റിൽ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് 12 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ബെനിഫിറ്റ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ മറ്റൊരാളുമായിട്ട് ബന്ധത്തിലേക്ക് പോയി. അപ്പോഴേക്കും ഇനി ഏതായാലും ഇവൻ നന്നായി ജീവിക്കണ്ട, ആ ഒരു കൺസെപ്റ്റിലോട്ട് മാറുകയും സമൂഹത്തിൽ അയാളെക്കുറിച്ചുള്ള മോശമായി പിന്നെ നിയമപരമായിട്ട് അപ്പോഴേക്കും എന്തായിരിക്കും അടുത്ത് വീണ്ടും ഒരു കോംപ്രമൈസ് ആണ്. എനിക്ക് ഇത്ര വേണം, എനിക്ക് വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം, മീൻസ് അല്ലെങ്കിൽ കാർ വേണം, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഒരു തവണ ഒരു പീഡനത്തിന് ഇരയായാൽ തീർച്ചയായിട്ടും ആരായാലും, ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ഒരു തവണ
ഒരു പല്ല് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഭയങ്കര വേദന ഉണ്ടായിന്ന് വെച്ചോളൂ, രണ്ടാമത്തെ തവണ നിങ്ങൾ ആ ഡോക്ടറിനെ കാണിക്കുമോ? ഇല്ല, നിങ്ങൾ കാണിക്കില്ല, നിങ്ങൾ അടുത്ത ഡോക്ടറിനെ അന്വേഷിക്കും. അപ്പൊ അതുപോലെ ഒരിക്കലും വീണ്ടും 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 ഒരാളെടുത്ത് പോയിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ ഈ പെൺകുട്ടികൾ വന്ന് നമ്മളെ വീട്ടിലെ എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് എന്തുകൊണ്ട് എൻ്റെ മോളെ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കണം. അറ്റ്മോസ്ഫിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതെ, കാരണം ചെറിയ കാര്യങ്ങളാണെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാതെ വലിയ വലിയ പീഡനങ്ങളാണെങ്കിൽ അത് ആ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ചോദിക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്കൊരു പേടി ഉണ്ടാവും, ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന്. പലതവണ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലയെന്ന്. അത് ഏത് അവസ്ഥ വരെയും പോവാം. അങ്ങനെയുള്ള സമയങ്ങളിലാണ് അവസാനം ഗതി കെട്ടിട്ട് ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്ത് കഴിയുമ്പം എൻ്റെ മോൾ എനിക്ക് നഷ്ടമായി, അവനെ കൊല്ലണം പറയുന്നതിൽ എന്തർത്ഥം? അവൾ എത്ര പ്രാവശ്യം അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തിരിച്ചു പോവാൻ വയ്യ. അത് നമ്മൾ കേൾക്കണം, കേട്ട് അവർക്ക് വേണം സൊല്യൂഷൻ കൊടുക്കണം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ഇൻവോൾവ് ആയിട്ട് നമ്മൾ അത് പറയുമ്പോഴും ആൾക്കാർ നിങ്ങളെ വിമർശിക്കും, ഓ ഇപ്പൊ തൊട്ടേനും പിടിച്ചതിനും ഡിവോഴ്സ് ആണ്. അതാണ് ഇതിന്റെ ഒരു വേറൊരു വശം. പക്ഷെ ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എൻ ആക്ഷൻ. കാരണം നമ്മൾ സേഫ് ആവുക. അതെ, കാരണം മാനസികമായി ഒരുപാട് പ്രഷർ എടുത്ത് എന്തിനാ ജീവിക്കുന്നത്? തീർച്ചയായും ഒരു ജീവിതമല്ലേ, ജീവിച്ചു തീർക്കുവാന്ന് മാത്രം. അതെ, ഏതായാലും നല്ല ടോപ്പിക്കായിട്ടാണ് നമ്മൾ പോയത്. ഒരുപാട് സന്തോഷം ഇത്രയും നേരം അവർ TV 24/7 ടൈം തന്ന് ഇങ്ങനെ ഒരു എന്താണ് നമ്മുടെ സംഭാഷണം നീണ്ടുപോയതിൽ. വീണ്ടും പറയുന്നു, ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ, കൂടുതൽ ആൾക്കാർക്ക് മോട്ടിവേറ്റീവായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മാമിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. എനിക്കും ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.